ട്രംപിന്റെ ഇന്ത്യക്ക് മേലുള്ള ആഘാതങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീരുവ ഇനത്തിൽ 50% തീരുവ ഉയർത്തിക്കൊണ്ട് നമ്മൾ കണ്ടതാണ്. അതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് പിന്നാലെയാണ് H-1B വിസയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രഹരം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. അതിന്റെ ആശങ്കകൾ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ട് അതിന്റെ ആഘാതം മാറും മുൻപ് തന്നെ അടുത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. അത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളുടെ താരിഫ് 100% ഉയർത്തിക്കൊണ്ടാണ്, തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അടുത്ത പ്രഹരം ഇന്ത്യക്ക് ഏൽപ്പിക്കുന്നത്. ഒക്ടോബർ 1 ഈ പുതിയ തീരുവ നിലവിൽ വരും. അമേരിക്കയിൽ മരുന്ന് ഫാക്ടറികൾ സ്ഥാപിച്ച് വിപണനം നടത്തുകയാണെങ്കിൽ ഈ തീരുവയിൽ ഇളവ് വരും എന്ന ഒരു ക്ലോസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന നീക്കമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബ്രാൻഡഡ് ആയിട്ടുള്ള, പേറ്റന്റഡ് ആയിട്ടുള്ള മരുന്നുകൾക്ക് ആണ് ഇപ്പോൾ ഇങ്ങനെ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഹെവി ട്രക്കുകൾക്ക് 25%, അടുക്കളയിലെ ക്യാബിനറ്റുകൾ, ബാത്റൂമിലെ സിങ്ക് ബോക്സുകൾ എന്നിവയ്ക്കും ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരും വിധം 50% എന്നിങ്ങനെ തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപിന്റെ വാക്കുകളിൽ ട്രംപ് പിന്നെ ട്രൂത്ത് സോഷ്യലിലൂടെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ 100% വളരെ ചെറിയ നികുതിയാണ്, 150,000 200,000 ഒക്കെ ഉയർത്തുന്ന കാര്യം തന്റെ പരിഗണനയിലാണ് എന്നൊരു ഭീഷണി കൂടി ട്രംപ് മുഴക്കുന്നുണ്ട് എന്ന കാര്യം നോക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് മരുന്ന് കയറ്റുമതി എന്നത് വളരെ പ്രധാനത്തോടെയുള്ളതാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇത് നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു മേജർ പോർഷൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനെയും കാനഡയെയും ഒക്കെ ഇത് ബാധിക്കുമെങ്കിലും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അതിൻ്റെ സൂചനകൾ ഇന്ന് ഓഹരി വിപണിയിൽ തന്നെ വന്നുകൊണ്ടിരുന്നു. സൺ ഫാർമയുടെയും ഒപ്പം തന്നെ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയും ഒക്കെ ഓഹരികൾ 4-5% വരെ ഇടിവ് രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ വലിയ രീതിയിൽ പ്രഹരിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ 50% തീരുവ ഏർപ്പെടുത്തുന്ന ഘട്ടത്തിൽ തന്നെ അത് വിശകലനം ചെയ്യുമ്പോൾ ട്രംപ് ഈ ഫാർമസ്യൂട്ടിക്കൽസിനെ ഒഴിവാക്കിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത് ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് അമേരിക്ക മരുന്ന് വാങ്ങുന്നവരിൽ പ്രധാനികൾ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മരുന്ന് വാങ്ങുന്നതിൽ ഇത്തരം താരിഫ് വർധന കൊണ്ടുവന്നാൽ അത് അവിടെ മരുന്ന് ക്ഷാമത്തിനിടയാക്കും, ആഭ്യന്തരമായി അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആ സാഹചര്യം ഒഴിവാക്കാനാണ് ട്രംപ് ഫാർമസ്യൂട്ടിക്കൽസിനെ ഒഴിവാക്കിക്കൊണ്ട് അത്തരം ഒരു തീരുമാനം എടുത്തത് എന്നതാണ് അന്ന് വിലയിരുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനും ട്രംപ് മടിക്കുന്നില്ല എന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് എന്തും ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. ആ രീതിയിൽ എന്തും ചെയ്യും എന്ന സൂചനയുമില്ല. അപ്പോൾ പോലും തൻ്റെ മാഗാ നയം ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. അതിലൊരു ക്ലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഫാക്ടറികൾ തുടങ്ങുകയാണെങ്കിൽ ഈ താരിഫിൽ നിന്ന് രക്ഷപ്പെടാമെന്നതാണ്. ഇനിയിപ്പോൾ ഫാക്ടറികൾ ഉൽപാദനക്ഷമമാകണമെന്ന് പോലുമില്ല, ഫാക്ടറികൾക്കുള്ള തറക്കല്ലിട്ടാൽ പോലും ഈ താരിഫിൻ്റെ വർധനയിൽ നിന്ന് അവർക്ക് ഒഴിവാകാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നതാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ ആകർഷിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ എടുത്താൽ എത്ര വലിയ ആഘാതമാണ് ഇതുണ്ടാക്കുന്നതെന്ന് മനസ്സിലാകും. ഈ ഫാർമ മേഖലയിൽ $27.9 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യക്ക് നടന്നിട്ടുള്ളത്. ഇതിൽ 31%, അത് രൂപയിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 77,231 കോടി രൂപ അമേരിക്കയിലേക്കാണ് നടന്നത്. 2024-25 കണക്കുകളാണത്. അപ്പോൾ 31% കയറ്റുമതിയും ഫാർമ മേഖലയിൽ നടക്കുന്നത് അമേരിക്കയിലേക്കാണ്. 2025-26 ഇതുവരെയുള്ള കണക്ക് നോക്കിയാൽ ആദ്യ പകുതിയിൽ മാത്രം $3.7 ബില്യൺ, ഏതാണ്ട് 32,505 കോടി രൂപയുടെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് US കയറ്റുമതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര വലിയ ഷെയർ നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി മേഖലയിലെ കയറ്റുമതിയിൽ അത്ര വലിയൊരു ഷെയർ അമേരിക്കയിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ തീരുവ വർധന ഉണ്ടാകുമ്പോൾ മറ്റ് വിപണികൾ കണ്ടെത്തേണ്ടുന്ന സാഹചര്യം വരും, ലഭിക്കുന്ന വരുമാനത്തിൽ ഇടിവ് വരും. ഇപ്പോൾ തന്നെ ഓഹരി വിപണിയിൽ ഉൾപ്പെടെ നേരിടുന്ന തിരിച്ചടി അതിൻ്റെ ഭാഗമാണ്.
ജനറിക് മരുന്നുകളിൽ 45%, ബയോസിലിമർ മരുന്നുകളിൽ 15% ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ ജനറിക് മരുന്നുകളിൽ ഇപ്പോൾ കൈവച്ചിട്ടില്ല എന്നത് നമുക്ക് ആശ്വാസകരമാണ്. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് തന്നെ അത് ഉടനെയൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. എപ്പോൾ വേണമെങ്കിലും അത്തരമൊരു തീരുമാനം ഉണ്ടാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദീർഘകാല ആശ്വാസമൊന്നും അക്കാര്യത്തിലില്ല. ഫാർമ ഓഹരികൾക്ക് വലിയ തിരിച്ചടി നേരിട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, സിപ്ല തുടങ്ങിയ ഓഹരികളെയാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിപ്ലയ്ക്കൊക്കെ തന്നെ അമേരിക്കയിൽ കമ്പനികൾ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ബാധിക്കില്ല എന്ന് കരുതപ്പെടുന്നു. അമേരിക്കയിൽ നിർമ്മാണ യൂണിറ്റുകൾ ഇല്ലാത്ത കമ്പനികളെയാണ് വലിയ രീതിയിൽ ഇത് ബാധിക്കുക. ഈ ബ്രാൻഡഡ് മരുന്നുകളെക്കാൾ വില കുറഞ്ഞ ജനറിക് മരുന്നുകളാണ് ഇന്ത്യയിൽ നിന്ന് കൂടുതലായും അമേരിക്കയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി ആ മേഖലയിൽ കൂടി ട്രംപ് കൈവെക്കുമോ എന്ന ഒരു ആശങ്ക ശക്തമായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് തീരുവ പ്രഖ്യാപനം, H1B വിസ, അതിന് പിന്നാലെ എടുത്തിരിക്കുന്ന ഈ തീരുമാനം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടെ അമേരിക്കയിലെത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അവിടെ എത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. നവംബറോടുകൂടി വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകും എന്ന സാധ്യതകൾ സജീവമായിരിക്കുകയാണ്. വീണ്ടും ട്രംപിൽ നിന്ന് ഇന്ത്യക്ക് മേൽ പ്രഹരമുണ്ടാകുന്നത്. ഇന്ത്യ ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. പക്ഷേ പ്രാദേശികമായി BJP നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരുമൊക്കെ ഇതിനെ ഇന്ത്യ നേരിടും എന്ന തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയെ ഒരു തരത്തിലും ഉലയ്ക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. സമ്പദ് മേഖലയെ ആകെ ഉലയ്ക്കാൻ പറ്റുന്ന തീരുമാനമാണ്. ഇത് ഇവിടം കൊണ്ടും അവസാനിക്കില്ല എന്ന സൂചനകൾ കൂടി നൽകുന്നു. കാരണം ഈ താരിഫ് 50% ഉയർത്തിയതിൽ നിന്ന് കുറവ് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ഒഴിവാക്കിയ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് കൂടി കൂടുതൽ തീരുവ ഏർപ്പെടുത്തുന്നത്. അത് ചെറുതാണെന്നും കൂടുതൽ തീരുവ ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ കൂടി ട്രംപ് നൽകുമ്പോൾ ഇന്ത്യ കരുതിയിരിക്കണം എന്ന് തന്നെയാണ്. ഇത് ഉടനൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു സൂചനകൾ കൂടി ട്രംപ് നൽകുന്നുണ്ട്. ഒരു പക്ഷേ വ്യാപാര കരാർ നവംബറിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ അതിലുള്ള കൂടുതൽ സമ്മർദ്ദ തന്ത്രം എന്ന നിലയിലാകാം ഒരുപക്ഷെ ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കരുതലോടുകൂടിയാണ് ഇന്ത്യ നീങ്ങുന്നത്. സ്വാശ്രയത്വം ഒന്നുകൊണ്ട് മാത്രമേ ഇത്തരം ഭീഷണികളെ നേരിടാൻ കഴിയുകയുള്ളൂ എന്നത് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ആ രീതിയിൽ കൂടി അതിനെ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രദ്ധ ചെലുത്താൻ ഇത്തരം സാഹചര്യങ്ങൾ ഉപകരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം.